Hello friends, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്, സേഫ് ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ 6ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പിഗ്മെന്റേഷൻ, ഡാമേജ്ഡ് സ്കിൻ, അതുപോലെ തന്നെ ലൂസ് ആയിരിക്കുന്ന സ്കിൻ, പിന്നെ അവിടെ ഇവിടേക്ക് ഡിസ്കളറേഷൻ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു എണ്ണയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വരുന്ന ആദ്യത്തെ ചോദ്യം, ദിനേശ്വലി സ്കിൻ കെയർ ഓയിലാണോ, ഈ ഒരു ഓയിലാണോ നല്ലതെന്ന്. എപ്പോഴും എനിക്ക് പറയാനുള്ളത്, എപ്പോഴും എന്താ പറയുക, 101% ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ആ ഒരു ദിനേശ്വലി സ്കിൻ കെയർ ഓയിലാണ്. നമ്മുടെ സ്കിൻ കെയർ ഓയിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് നല്ലോണം കിട്ടുന്നതുകൊണ്ട് എനിക്ക് അത് തന്നെയാണ് കേട്ടോ എപ്പോഴും. ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ അതാണ് ആദ്യം പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഈ ഓയിൽ കാണിച്ചു എന്ന് വെച്ചാൽ, കുറേ പേർക്ക് ഇങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഓയിലിൻ്റെ പ്രത്യേകത. അപ്പൊ ഇത് ഗുണമില്ല എന്നല്ല, ഗുണമുണ്ട്. സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസിലത്തെ പാടുകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും, അവിടെ ഇവിടെ ഈ ഭാഗത്തൊരു വട്ടം ഇങ്ങനെ ഒരു പാട്, അതേപോലെ അവിടെ ഇവിടേക്ക് ആയിട്ട് പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഡിസ്കളറേഷൻ, അതേപോലെ നമുക്ക് ബ്ലെമിഷസ്, അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ, അതായത് കരിമങ്കലും, ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇരട്ടി മധുരം, നെയ്യും അടക്കിയൊക്കെ വെച്ചിട്ട്. അതും കുറെ പേരൊക്കെ വന്നിട്ട് പറഞ്ഞു കുറെ പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട്, പക്ഷെ കുറെ പേർക്കൊന്നും അത് കിട്ടുന്നില്ല, അടക്കൊന്നും കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഒരു എണ്ണ നമ്മുടെ ചാനലിൽ. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാണ്. പിന്നെ ഇതൊരു എണ്ണയാണ്, ഓയിൽ ബേസ്ഡ് ആണ്. ഓയിൽ അതായത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ പിമ്പിൾസ് ഉള്ളവര്, അതുപോലെ തന്നെ പെട്ടെന്ന് ഓയിൽ വരുമ്പോൾ നിറയെ കുരു കൂടുന്നവര് ഒന്നും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഓരോ ഡ്രോപ്പ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലിൽ മിക്സ് ചെയ്തിട്ടോ, അലോവേര ജെല്ലിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാം. അത് നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ചെയ്യാം. നമുക്കറിയാലോ നമ്മുടെ സ്കിന്നിൽ, എൻ്റെ സ്കിന്നിൽ എണ്ണ തൊടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് ചെയ്യാൻ നിൽക്കണ്ട. കാരണം പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് ഫേസ് കംപ്ലീറ്റ് കൊളാക്കിയിട്ട് വന്നിട്ട് അത് ഭയങ്കര വിഷമമാണ്. പിന്നെ അത് മാറ്റിയെടുക്കാനൊക്കെ ഒത്തിരി പാടായിരിക്കും. അപ്പൊ അത് ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് ആരും ശ്രദ്ധിക്കില്ല, അതുകൊണ്ടാണ് ഇടയിൽ പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഈ എണ്ണ, നമുക്ക് എണ്ണയുടെ ഒരു ഫേസ് പാക്ക് കൂടി ഉണ്ട്. അപ്പൊ നാളെയാണ് നമ്മുടെ യൂസേജ് കാണിക്കുന്നത്. ഇന്ന് നമ്മളെല്ലാം കൂടിയിട്ട് ഒറ്റ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആണ്. ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആവുകയും ചെയ്യും. അപ്പൊ അത് തന്നെ കുറെ പേർക്കും താല്പര്യമില്ല അങ്ങനെ കണ്ടിരിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. നാളെ നമ്മൾ ഇതിന്റെ ഉപയോഗങ്ങളും അതുപോലെ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു പാക്ക് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം, ഫേസ് ക്ലിയർ ആവാനും അതുപോലെ ഫേസിൽ ഡാമേജ് ഉണ്ടെങ്കിൽ അത് മാറാനും എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നാളെയാണ് അതിന്റെ യൂസേജ്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് രോഷ്ടി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതൊന്ന് ഇനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണമെങ്കിലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കാണാം. നിങ്ങൾക്ക് ഡെയിലി വീഡിയോസിന്റെ ആ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും ഡെയിലി 3:30 ആകുമ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇടും. പിന്നെ വീഡിയോസിന്റെ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പറ്റാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരും വീഡിയോ ഇട്ട വശം. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ ചടപടയെന്ന് പോയിട്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ എണ്ണ തയ്യാറാക്കാനായിട്ട്, കാച്ചാനായിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഇത് വന്നിട്ട് നിങ്ങൾക്ക് കടുക്കയുടെ പോലെ തോന്നും, പക്ഷേ ഇത് വന്നിട്ട് അതേ ജനസ്, അതായത് നമ്മൾ കേട്ടിട്ടില്ലേ ത്രിഫല ചൂർണ്ണത്തിൽ കടുക്ക, നെല്ലിക്ക, താന്നിക്ക. അപ്പോൾ ഇത് വന്നിട്ട് താന്നിക്കയാണ്. നമ്മുടെ സ്കിന്നിനും തലമുടിക്കും ഒരേപോലെ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും കേട്ടോ, മലബന്ധം, ഛർദി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കും. അപ്പോൾ സ്കിന്നിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ചർമ്മരോഗങ്ങൾ മാറാനും അതുപോലെ സ്കിന്നൊന്ന് ക്ലിയറായി നമ്മുടെ കോംപ്ലക്ഷൻ വർദ്ധിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് താന്നി എന്നാണ് പറയുക. നമ്മൾ താന്നിക്കാന്ന് അതിനെ നമ്മൾ പറയുമ്പോൾ താന്നിക്കാന്ന് പറയുന്നു മാത്രം, ഇതിൻ്റെ കുരുവിനെ. അപ്പോൾ ഇത് നമ്മൾ കടുക്കയുടെ പോലെ തന്നെയാണ്. ഇതിൻ്റെ തൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു നല്ല കട്ടിയായിട്ടൊരു കുരു ഉണ്ടാവും. കടുക്ക മേടിച്ചവർക്കറിയാം, കടുക്കയുടെ ഉള്ളിലൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുരു ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 100 ഗ്രാം വാങ്ങിച്ചിട്ട് വെള്ളത്തിലിടുക. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുരു എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. കുരുവും തൊലിയും കൂടി കിട്ടി കഴിഞ്ഞാൽ രണ്ടും കൂടി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് കുരു അങ്ങനെ അരയില്ല. കുരു ഇതുപോലെ ഇങ്ങനെ അതുപോലെ തന്നെ എടുക്കുക ചെയ്യുക. അതിൻ്റെ തൊലി നന്നായിട്ട് കുതിർന്നിട്ട് നല്ല പേസ്റ്റ് പോലെയായിട്ട് അരയും. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാമാണ് തലേദിവസം വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. മേല് മൊത്തം, അതായത് ശരീരം മുഴുവൻ തേച്ച് കുളിക്കാനായിട്ട് നല്ലതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ദിനേശ്വലി വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം. ഒത്തിരി നല്ലതാണ് സ്കിൻ പ്രോബ്ലംസിന്. നമ്മുടെ പിമ്പിൾസിനൊക്കെ നമ്മൾ ത്രിഫല ചൂർണ്ണം ഇടാറുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് താന്നിക്ക.
അപ്പം ഞാനിവിടെ 2-3 ടീസ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു താന്നിക്ക് വെച്ചിട്ട്. അപ്പം അത് നമ്മളിതിൻ്റെ ഉപയോഗക്രമം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ നാളെയാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് വെളിച്ചെണ്ണയാണ് കേട്ടോ. സാധാ നമ്മുടെ വെളിച്ചെണ്ണ, അതായത് നമ്മൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയാണ് 1 ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ താന്നിക്ക ആ ഒരു മിക്സ് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ബോയ്സിനും ഗേൾസിനും ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് കാണിക്കാൻ കാരണം നമ്മുടെ മെയിനായിട്ട് നമ്മുടെ മുഖത്തത്തെ പ്രശ്നങ്ങൾ എങ്ങനെയത് മാറ്റാന്ന് ഇതുകൊണ്ട് മാറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് പാടുകൾ മാത്രം, അതുപോലെ അവിടെ ഇവിടേക്കായിട്ട് കളർ വ്യത്യാസങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ എണ്ണ നല്ലതാണ്. നമ്മുടെ മുഖത്തിന് നിറം കിട്ടാനും നല്ലതാണ്. അതേപോലെ ശരീരത്തിലും കുറേ പേർക്ക് അവിടെ ഇവിടെയൊക്കെ പാടുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അത് മാറാനും ഇത് നല്ലതാട്ടോ. പക്ഷെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ദിനേശ് വലിയാതി വെളിച്ചെണ്ണ തന്നെയാണ്. പക്ഷേ കുറേ പേർക്ക് അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല ബ്രാൻഡ് ഏതാണെന്ന് അറിയുന്നില്ല, ഉപയോഗിച്ചിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പിമ്പിൾസ് വന്നു എന്നൊക്കെ. പക്ഷേ ഇതും നമ്മൾ എണ്ണ തന്നെയാണ്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പിമ്പിൾസ് വരുന്ന സ്കിന്നാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നമ്മൾ എണ്ണ തിളയ്ക്കണേ മുൻപ്, അതായത് അടുപ്പത്തേക്ക് വെക്കണേ മുൻപ് നമ്മൾ മിക്സൊക്കെ ചെയ്യണം. എന്നിട്ട് ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു വെവ്വേറെയായിട്ടൊക്കെ എടുക്കുക ആദ്യം. പിന്നെ നമ്മൾ സാധാരണ എണ്ണ കാച്ചുന്ന പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മിക്സായി നന്നായിട്ട്, ഇപ്പോൾ ഒരു ചെളി പരുവത്തിൽ ഇത് എടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് ഇത് സെപ്പറേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ടൈറ്റ് ആവും, ഒരു മണൽ പരുവാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇത് വരിക. അപ്പോൾ നമ്മുടെ ആ ഒരു എണ്ണ ഇങ്ങനെയാണ് നമ്മൾ കാച്ചിയെടുക്കുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പിന്നെ എളുപ്പമാണ്. അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരില്ലേ, അതായത് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടുന്നില്ല, നമ്മൾ എണ്ണ കാച്ചുന്ന വീഡിയോ ആണെങ്കിൽ അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഇത് നല്ലതാണ്. ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. പിന്നെ കുഞ്ഞുങ്ങൾക്കൊരു 5 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടി തേപ്പിക്കാം. ഓക്കെ, അപ്പോൾ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് യാതൊരു ദോഷഫലങ്ങളും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലതാണ് താന്നിക്കുക. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു നന്നായിട്ടൊന്ന് എണ്ണ കുടിച്ച്, അതായത് നന്നായിട്ടൊന്ന് മിക്സായി തുടങ്ങിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ നല്ല തിക്കായിട്ട് കിടന്നത് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി പതുക്കെ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് ആ ഒരു നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വരും. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേകിച്ച് കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ ഒരു കുറച്ച് ലൈറ്റ് യെല്ലോ പോലെയാണ് കളർ വരിക കേട്ടോ. കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം വെച്ചാൽ തന്നെ അത് കറക്റ്റ് ആവും. അപ്പോൾ ഞാനിവിടെ എണ്ണ എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കറണ്ട് പോയി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലാസ്റ്റത്തെ ആ ഒരു സെക്ഷൻ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് എണ്ണ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലാസ്റ്റത്തെ സ്റ്റേജ്. ഇത് കരിഞ്ഞിരിക്കുന്നതല്ല, ഇതിൻ്റെ കളറ് ഇങ്ങനെ മാറിയിട്ടുള്ളതാണ് കേട്ടോ. നല്ലതായിട്ട് ക്രിസ്പായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആകുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കേണ്ടത്. എന്നിട്ടൊരു തുണിയിലോ മറ്റോ അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെരിച്ച് വെച്ച് ഒഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് അടിയിൽ കരടുകളുണ്ട്. അപ്പോൾ എണ്ണയുടെ കളർ വന്നിട്ട് ഈ ഒരു കളറാണ്. പക്ഷെ നമ്മൾ തുള്ളിയായിട്ട് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ കളറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരു ദിവസമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പഴയ ദിനേശ് വലിയാതി വെളിച്ചെണ്ണയുടെ കുപ്പിയുണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഇനി മിക്സ് ചെയ്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അങ്ങനെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരാത്തതാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയുണ്ട് കേട്ടോ, ഒരു ഗ്ലാസ് എണ്ണ കാച്ചിയിട്ട്. അപ്പോൾ ഇത് 200 ml കുപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ വളരെ ഈസിയാണ്, ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. നമുക്ക് കടുക്കയുടെ എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്, പക്ഷെ റിസൾട്ട് നല്ലോണം ഉണ്ട്. 50 രൂപയുടെ ഉള്ളിലൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ എണ്ണ ഇങ്ങനെ തയ്യാറാക്കി വെക്കാം. ഇതിപ്പോൾ ഇത്രയും തന്നെ തയ്യാറാക്കിയാൽ മതി. ഇത് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഫസ്റ്റ് ഒരു 2 months എങ്കിലും ഉപയോഗിക്കണം, നമ്മുടെ ഫേസിലെ ഡിഫറൻസ് കാണാൻ. ഇതിപ്പോൾ ഒരു 5 വയസ്സ് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം, കുട്ടികൾ തുടങ്ങിയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ ചോദിച്ചിട്ട് മാത്രമേ എണ്ണകളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പാടുള്ളൂ.
5 വയസ്സിന് മുകളിലുള്ളവർക്ക് തുടങ്ങിയിട്ട്. ഇത് പ്രത്യേകിച്ച് കാര്യമുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ, അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വേറെ മഞ്ഞളൊന്നും ചേർക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മഞ്ഞൾ ചേർക്കാം കേട്ടോ. ഓക്കെ, മഞ്ഞൾ അരച്ചിട്ട് നമ്മുടെ പച്ച മഞ്ഞൾ അരച്ച് നന്നായിട്ട് കുറച്ചുള്ളി വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ താന്നിക്ക അരച്ചൊഴിക്കില്ല, അതിൻ്റെ ഒപ്പം തന്നെ അരച്ചൊഴിച്ചിട്ട് കാച്ചെടുക്കാം, അതും കുഴപ്പമില്ല. പക്ഷെ ഇത് മാത്രമായാലും നമുക്ക് നല്ല റിസൾട്ടാണ്. കണ്ടില്ല, ഒറ്റ ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. അപ്പം ഇത് എളുപ്പ പണിയാണ് കേട്ടോ, നമുക്ക് സുഖമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, റിസൾട്ടും ഉണ്ട്. അപ്പം വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തവർക്കും അപ്പം ഇത് എന്തൊട്ട് ചേച്ചി എല്ലാം അതും കാണിക്കുന്നുണ്ട്, ഇതിന് വല്ല കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, അത് പറ്റാത്തവർ കുറേ പേരുണ്ട്, അതേപോലെ ചെയ്യാൻ പറ്റാത്തവരുണ്ട്, ഇൻഗ്രീഡിയൻസ് കിട്ടാൻ പറ്റാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി, സിമ്പിളായിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നല്ല കാര്യം ഇതുകൊണ്ടാണ് ഷെയർ ചെയ്തത് കേട്ടോ. ഇതാ ഓക്കെ. അപ്പം ഇതിൻ്റെ ഉപയോഗം നാളെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ നാളത്തെ വീഡിയോ കൂടി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോ കൂടി ഒന്ന് ഫോളോ ചെയ്യൂട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടിയിട്ടാകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പിന്നെ കുറേ കമൻറ്റുകളായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഇത് വേണ്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് കാണാം, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അതുപോലെ ഉണ്ടാക്കാം. ഓക്കെ, ഇതാ. Bye. Take care. Love you all.